ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലവ്ലി ടോക്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത്ര നാളൊരു ലോങ് വീഡിയോ വന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, ക്വാളിറ്റി കോണ്ടന്റ് കിട്ടിയാൽ മാത്രമേ ഒരു ലോങ് വീഡിയോ ചെയ്യുള്ളൂ എന്നായിരുന്നു എൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് കുറച്ച് ലാഗായത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ക്വാളിറ്റി കോണ്ടന്റ് തന്നെയായിരിക്കും, അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഇല്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയേക്കാവുന്ന കുറച്ച് ആമസോൺ പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെട്ടോളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ട് തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതെന്തായാലും നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിൻറ്റ് റോളറാണ്. അതായത് ഈ പട്ടിയും പൂച്ചയൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് ഒരു മസ്റ്റ് ഹാവ് ഐറ്റം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പട്ടിയുടെയും പൂച്ചയുടെയൊക്കെ രോമം വീട് നിറയെ പറന്ന് നടക്കുകയായിരിക്കും. ഇവിടെ അതാണ് ഇപ്പോൾ അവസ്ഥ. എൻ്റെ വീട്ടിലൊരു ഹസ്കി ഉണ്ട്. അപ്പോൾ പിള്ളേരുടെയൊക്കെ ഒരു നിർബന്ധത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇപ്പം എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പട്ടിരോമാണ്. എല്ലായിടത്തും, അത് സെറ്റിയിലാവട്ടെ, കാർപ്പറ്റിലാവട്ടെ, കേർട്ടനിലാവട്ടെ, തുണികളുടെ മേലെ ആവട്ടെ, എല്ലായിടത്തും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വരികയാണെങ്കിൽ അവൾ മേലേക്ക് എങ്ങനെ സ്നേഹപ്രകടനമായിട്ട് പൊത്തിപ്പിടിച്ചങ്ങ് കയറും. അതോടുകൂടി നമ്മളൊരു ജൂനിയർ ഹസ്കിയായി മാറുന്ന അവസ്ഥയാണ്. ഡ്രസ്സിൽ മുഴുവനും അവളുടെ രോമാവും. അപ്പോൾ ബ്ലാക്ക് ഡ്രസ്സും അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സുള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട, നിറയെ വൈറ്റ് കളറിൽ അവളുടെ രോമം അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ മേലെയൊക്കെയുള്ള ഈ രോമം, പട്ടിയുടെ രോമം, പൂച്ചയുടെ രോമമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിങ്ങനെ ഇരിക്കും. കാണുന്നുണ്ടോ? ഇത് ആക്ച്വലി നമുക്കിങ്ങനെ ഡ്രസ്സിൻ്റെ മേലേക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് ഈ രോമം അവിടെ നിന്ന് സക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ മേലെ പറ്റി പിടിച്ചിങ്ങ് പോരും രോമം. ഇത് നമുക്ക് വാഷബിളാണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓരോ തവണ നമ്മൾ പട്ടിയുടെ രോമം ഇത് ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടുപോയി വാഷ് ചെയ്യാം. ഇത് കഴുകി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വീണ്ടും ഇതിൻ്റെ അടപ്പിട്ട് സൂക്ഷിച്ച് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇതിന് ബാറ്ററിയോ അല്ലെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ല. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഡ്രസ്സിൻ്റെ മേലെ പട്ടിരോമം റിമൂവ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ബോളാണത്. അപ്പോൾ ഇതിങ്ങനെ മേലിങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ രോമം മുഴുവൻ ഇതിൻ്റെ മേലിരിക്കും. നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ വൃത്തിയാക്കി ഇതെടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് വില വന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 349 രൂപയാണ് ഇതിന് റേറ്റ് വന്നത്. ലിൻറ്റ് റോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് ഈ പ്രോഡക്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കുഞ്ഞു സാധനമാണ്. പക്ഷേ ഈ നഞ്ഞെന്തിനാ നാനാഴി എന്ന് പറയുന്ന മാതിരിയാണ്. ഈ പ്രോഡക്റ്റ് വളരെ ചെറിയൊരു സാധനമാണ് കാണുമ്പോൾ, പക്ഷേ അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ് ഗൈസ്. പ്രത്യേകിച്ച് ഒരുപാട് യാത്ര ചെയ്യും, ഒരുപാട് ഫോട്ടോസ് എടുക്കും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതാ കാണുന്നുണ്ടോ? എന്താണെന്നല്ലേ, ഇതാണ് ഫോട്ടോ ക്ലിക്കർ. അതായത് ബ്ലൂടൂത്ത് വഴി നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് ഈ ഒരു ഐറ്റം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഫോട്ടോ മാത്രമല്ല വീഡിയോയും എടുക്കാൻ പറ്റും. ഇത് ആൻഡ്രോയിഡിലും
ഐഫോണിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ചീപ്പ് റേറ്റേ ഉള്ളൂ, 169 രൂപയാണ്. ഇത് വെച്ച് ഞാൻ എടുത്തുള്ള ഫോട്ടോസ് ഞാനിവിടെ കൊടുക്കാം. അടുത്തത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞൊരു സാധനമാണ്. ഇതത്ര മസ്റ്റ് ഹാവ് എന്നൊന്നും പറയാനില്ല. ഞാനിത് മേടിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. താങ്ക്സ് കാർഡാണ്. ഇത് ഞാൻ വാങ്ങിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഷോപ്പുണ്ട്, ഒരു ലേഡീസ് ബൊട്ടീക്കാണത്. അപ്പോൾ പ്രോഡക്ട്സൊക്കെ മേടിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിലൊരു കുഞ്ഞൊരു താങ്ക്സ് നമ്മുടെ വകയായിട്ട്, അതിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചൊരു താങ്ക്സ് കാർഡാണിത്. ഇത് 2 പാക്കായിട്ടാണ് വന്നത്. ഒരെണ്ണം ഇതാ ഇതുപോലെ ഇരിക്കും, കാണുന്നുണ്ടായിരിക്കും, ഔട്ട് ഓഫ് ഫോക്കസ് അല്ലെന്ന് വിചാരിക്കണം. ഒരെണ്ണം ഈ ഒരു ഡിസൈനും ഒരെണ്ണം നേരത്തെ കാണിച്ച ഡിസൈനാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്ക് ക്യൂട്ട് ലിറ്റിൽ തിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വാങ്ങിയൊരു സാധനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്മോൾ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത പ്രോഡക്റ്റ് ഇതാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ, നമ്മളെവിടെയെങ്കിലും ലോങ് ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പല പല ചെരുപ്പുകളൊക്കെ മാറി മാറി ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ എക്സ്ട്രാ ചെരുപ്പ് എന്തായാലും നമുക്ക് എടുത്ത് കൈ വയ്ക്കേണ്ടി വരും. അപ്പോൾ ചെരുപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഷൂസ് പാക്ക് ചെയ്തിട്ട് പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗാണിത്. ഷൂ ബാഗ്സാണ് ഇത്. 6 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് ഞാൻ മേടിച്ചത്. ഇതിന് വന്ന റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 149 രൂപയുള്ളൂ. ഇത് ആമസോണിൻ്റെ തന്നെ സോളിമോ എന്ന് പറയുന്ന ആമസോണിൻ്റെ സ്വന്തം കമ്പനി പ്രോഡക്റ്റാണ്. വേർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഡാമേജ് ആവത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതിന് കാണുന്നില്ല. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഓണത്തിനൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് തീരുമാനിക്കാൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നന്നായിരിക്കുന്നു. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു വലിയ ഷൂസ് ആണെങ്കിലും വെക്കാൻ പറ്റും, ടൈ ചെയ്യാൻ പറ്റും. 6 എണ്ണം ഉണ്ട്. 149 രൂപയ്ക്ക് ഇത് വേർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ബാഗ് ഹോൾഡറാണ്. ബാഗ് ഹോൾഡർ, അതായത് എല്ലാവരുടെയും കയ്യിൽ കാണുമായിരിക്കാം ഒരു പക്ഷേ ഒന്നിലധികം ബാഗുകളൊക്കെ. എന്തായാലും ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും കയ്യിൽ കാണും. അങ്ങനെ ആകുമ്പോൾ ഇത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് അവിടെ വെച്ചു, ഇവിടെ വെച്ചു, അല്ലെങ്കിൽ ആ മേശയുടെ മേലെ വെച്ചു, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു സ്ഥാനമില്ല. എൻ്റെ കയ്യിൽ ഒന്നിലധികം ബാഗുകളുണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉണ്ട്, അത്യാവശ്യത്തിന് ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഹാങ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഈ അലമാരയുടെയൊക്കെ ഡോർ ഉണ്ടല്ലോ, അലമാര മീൻസ് വാർഡ്രോബ് ഉണ്ടല്ലോ, നമ്മൾ ചുമരിൽ തന്നെ സെറ്റ് ചെയ്യുന്ന വാർഡ്രോബുകളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡോറിൻ്റെ മേലെ നമുക്ക് ഇത് ഹാങ് ചെയ്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗുകൾ ഇതിൻ്റെ മേലെ കൊളുത്തി ഇടാം. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഇത് 2 എണ്ണത്തിൻ്റെ ആണ്. ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ 2 എണ്ണം കിട്ടും. അങ്ങനെയാണ് ഇതൊരു സെറ്റായിട്ട് വരുന്നത്. 2 എണ്ണം ഉള്ളത് കൊണ്ടും നല്ലൊരു വർത്തായിട്ടുള്ള ഒരു ഐറ്റമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാസ്റ്റ് അയണിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഇതിന് തുരുമ്പൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ ഇത് ഹാങ് ചെയ്തിടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ആണി വെച്ച് ഇതാക്കേണ്ട കാര്യമോ അതൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഇവിടെ നിന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്കൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവയ്ക്കാം. ഇതിന് 541 രൂപയാണ് വന്നിട്ടുള്ളത്. പക്ഷേ തുരുമ്പെടുത്ത് പോവില്ല, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ മാതിരി അല്ല, കുറച്ചുകൂടി ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഈ വീതിയിൽ വരുന്ന ഹുക്സ് നിങ്ങൾക്ക് കാണാനുണ്ടോ? ശരിക്കും കാണാനില്ല തോന്നുന്നു അല്ലേ? ഇത് കണ്ടോ? ഇതുപോലെയാണ് ഇതിൻ്റെ ഹുക്സ് വരുന്നത്. അപ്പോൾ ഈ ഹുക്സ് ഇങ്ങനെ വരുമ്പോൾ ബാഗൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നമുക്കിതിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ആസ് യൂഷ്വൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നോക്കിയിട്ട് വർത്താണെന്ന് തോന്നുകയാണെങ്കിൽ മേടിക്കും. നെക്സ്റ്റ് പ്രോഡക്റ്റ്
അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. സംഭവം വേറൊന്നുമല്ല, ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീട്ടമ്മമാർക്ക് അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിലുണ്ടല്ലോ, ഈ കറിയൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കയ്യിലുണ്ടല്ലോ, ഈ കയ്യിൽ എവിടെ കൊണ്ട് വെക്കണം എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷനാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. കാരണം എൻ്റെ കൗണ്ടർ ടോപ്പ് വൈറ്റാണ്. അപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള മഞ്ഞളും എണ്ണയും ഒക്കെ ഇതിൻ്റെ മേലെയാവും, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മേലുള്ള എന്തെങ്കിലും അഴുക്ക് ഈ കയ്യിലുമ്മലാവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെവിടെ വയ്ക്കുക എന്നുള്ളത് വലിയൊരു ടെൻഷനായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ആമസോണിൽ ഭയങ്കര ആക്സിഡൻ്റലി ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാലോ സംഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു എക്സ്ട്രാ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ വെക്കേണ്ട അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നിലധികം കയ്യിലുകൾ ഇങ്ങനെ നിരത്തി കാണാനുണ്ടോ, ഒന്നിലധികം കയ്യിലുകൾ ഇങ്ങനെ വെക്കാൻ പറ്റും. ഒപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൻ്റെ മൂടി ഉണ്ടല്ലോ, നമ്മൾ മൂടി വെക്കുമല്ലോ, ആ മൂടി ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് കുത്തനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഒറ്റ സ്പേസിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു, എന്താ പറയുക, സ്മാർട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അടുക്കളയിലേക്ക്. എനിക്കിത് ഞാനത് വാങ്ങിയിട്ട് കുറച്ച് നാളെ. ആക്ച്വലി ഇത് അത്ര പുതിയതൊന്നുമല്ല, പക്ഷേ ഇതെന്താണെങ്കിലും ഈ ആമസോൺ പ്രോഡക്ട്സ് നിങ്ങളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ഇതെന്തായാലും വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. നിങ്ങളിൽ പലരും ഒരുപക്ഷെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഇത് മേടിച്ചോളൂ. ആക്ച്വലി ലിങ്ക് എൻ്റെ കയ്യിലില്ല, കാരണം ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായി. ഇതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. നല്ല പ്ലാസ്റ്റിക്കാണ്, അടിപൊളി സാധനമാണ്. കുറച്ച് നാളായിട്ടും ഇതിനൊരു കേടും വന്നിട്ടില്ല. ഇതിന് കേട് വരേണ്ട കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഒരെണ്ണം ഇതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അലമാര മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചുവരിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാർഡ്രോബ്സ് ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൽ അത് നമ്മളെന്താ പറയുക, ഫ്യൂറോ സിമെൻറ്റിൻ്റെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള വാർഡ്രോബ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ തുണികൾ സൂക്ഷിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ഈർപ്പം വന്നിട്ട് അത് തുണികളിലേക്ക് സ്പ്രെഡായിട്ട് ഒരു ഫംഗസ് വരാനും തുണികൾ കുറച്ചൊന്ന് ഡാമേജ് ആവാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആമസോണിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് കൊള്ളാലോ, ഇതല്ലേ ഞാൻ ഇത്ര നാൾ അന്വേഷിച്ച് നടന്നതെന്ന്. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നിവർത്തിയിട്ട് നിവർത്തിയിട്ട് നമുക്കൊരു റാക്കാക്കി ഇതിനെ മാറ്റാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷർട്ടുകളോ അയേൺ ചെയ്ത് മടക്കി വെച്ചിട്ടുള്ള ഷർട്ടുകളോ മുണ്ടുകളോ സാരിയോ സൽവാറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സേവായിട്ട് ഒതുക്കി വെക്കാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു സംഭവം തന്നെയാണ്. 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് ഇത് കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 999 ആണ്. പക്ഷേ 999 ഇത് വേർത്താണ്, കാരണം നല്ല പ്ലാസ്റ്റിക്കാണ്, ക്വാളിറ്റി മെറ്റീരിയലാണ്, ലാർജ് സൈസാണ്. ഒപ്പം 3 എണ്ണം ഉണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ക്ലോത്ത്സ് ഇതിൽ നമുക്ക് മടക്കി സൂക്ഷിക്കാൻ പറ്റും. അലമാരയിൽ സേഫായിട്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞ് അതും ഇതൊക്കെ തമ്മിൽ മിക്സപ്പായി അങ്ങനെ ആകെ അലങ്കോലമായിട്ട് നമ്മുടെ വാർഡ്രോബ് ഇരിക്കില്ല. ഇത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളാണ്. ഇത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വാർഡ്രോബിൽ ഇതിൽ ക്ലോത്ത്സ് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അലമാരയിൽ ഷർട്ടുകൾ ഒതുങ്ങി വൃത്തിയായിട്ടിരിക്കണം കണ്ടോ ഗൈസ്, ആ ബാസ്ക്കറ്റിൻ്റെ അകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു മസ്റ്റ് ഹാവ് ഐറ്റം അല്ല, ആദ്യമേ ഞാൻ നിങ്ങളടുത്ത് പറയാണ്. പക്ഷേ ഞാൻ മോഹിച്ച് വാങ്ങിയ, എൻ്റെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മോഹിച്ച് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. കുറച്ച് നാളായിട്ട് ഞാനതിങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെയോ വീഡിയോയിൽ ഞാനിത് കണ്ടിട്ട്, അയ്യോ ഇത് കൊള്ളാലോ, എനിക്കിത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എനിക്കിത് എന്തായാലും വാങ്ങണം എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അതിൻ്റെ വില കാണുമ്പോൾ ഞാൻ പതുക്കെ അങ്ങ് മാറ്റി വയ്ക്കും. പിന്നെ ആവാം അങ്ങനെ വിചാരിച്ച് മാറ്റി വെച്ച് പിന്നെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി എന്തായാലും എനിക്കിത് വാങ്ങിയേ പറ്റൂ, എനിക്കിത് ഇട്ടേ പറ്റൂ എന്നങ്ങ് തീരുമാനിച്ച് രണ്ടും കൽപ്പിച്ചങ്ങ് വാങ്ങിയതാണ്. സംഭവം വേറൊന്നുമല്ല, മുട്ട വയ്ക്കുന്ന ട്രേ ആണ് ഗൈസ്, വേറൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ, ഈ കോഴീനെയും ഈ കൂടും ഒക്കെ കൂടെ കാണുമ്പം ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? അത്ര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. കാസ്റ്റ് അയേൺ ആണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 മുട്ടയൊക്കെ അതിൻ്റെ അകത്ത് കൊള്ളും.
പിന്നെ ഈ കോഴിയമ്മേനെ കൊണ്ട് ഇതിനങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇത് കിച്ചണിൽ ഇരിക്കണം കാണാനായിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് വാങ്ങി. പിന്നെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കാറ്. ഇതിനങ്ങനെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി ഇതും അത്ര പുതിയ പ്രോഡക്റ്റ് അല്ല, പക്ഷെ അത്ര പഴയതുമല്ല. വാങ്ങിയിട്ട് എന്താ പറയുക, ഇതിങ്ങനെ അടുക്കളയിൽ ഇരിക്കണം കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ നമുക്ക് അത്ര ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റം ഒന്നും ആയിരിക്കില്ല, പക്ഷെ നമുക്കത് കിട്ടുമ്പോൾ നമുക്ക് വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, അങ്ങനെ അതിൽ പെടുത്താവുന്ന ഒരു ഐറ്റമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോഴിയമ്മേനെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു, എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല. ഞാനൊന്ന് നോക്കിയിട്ട് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം. പക്ഷേ വേർത്താണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ്. എല്ലാം നമുക്ക് പൈസ മാത്രം എന്ന് വിചാരിച്ചിട്ടൊന്നും എല്ലാ കാര്യങ്ങളും നമുക്ക് മേടിക്കാൻ പറ്റില്ല. ചിലത് കുറച്ച് കൂടുതൽ നമ്മൾ പേ ചെയ്യേണ്ടി വന്നാലും അത് സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ലക്ഷറി കാറുകളോ അല്ലെങ്കിൽ വണ്ടികളൊക്കെ മേടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ എന്താണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം മാത്രമാണ്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മേടിച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമാണ്. അതുപോലെയൊക്കെ തന്നെ നമുക്ക് അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകുമ്പോൾ മാത്രം നമ്മളോട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ എൻ്റെ കോഴിയമ്മയാണിത്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സാണ് കോഴിയമ്മ അവിടെ ഇരിക്കുക. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇതിൽ 1-2 ഐറ്റം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ വീക്ക് തന്നെ ഞാൻ മേടിച്ച ഐറ്റംസാണ്. എനിക്കെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുമല്ലോ, ഇതെനിക്ക് കൊള്ളാം, ഇതെനിക്ക് യൂസ്ഫുള്ളായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം വാങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്, എനിക്ക് നല്ല ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ.